എല്ലാവർക്കും അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പുഡിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിനെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ കാരമലൈസ് ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം കാരമലൈസ് ചെയ്യാൻ. അല്ലാതെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കരിഞ്ഞു പോകും. പിന്നെ കരിഞ്ഞ മണം എടുത്ത് നിൽക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം കുറേശ്ശെ ഇളക്കി വേണം ഇത് കാരമലൈസ് ചെയ്തെടുക്കാൻ. ഇത് നമ്മൾ 2-3 പ്രാവശ്യം ഇളക്കുമ്പോൾ തന്നെ നിറ വ്യത്യാസം വന്നു തുടങ്ങി. ഇപ്പം തന്നെ ചെറിയ ബ്രൗൺ കളറായി കണ്ടു, നിറ വ്യത്യാസം തുടങ്ങി. അപ്പോൾ കുറച്ച് സമയം എടുക്കുക. എന്നാലും നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കി തന്നെ വയ്ക്കണം, ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. നല്ലതുപോലെ ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പുഡിങ് ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്യണം, കാരണം ഈ സിറപ്പ് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അതേ പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഉരുകി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പാലൊഴിച്ച് കൊടുക്കണം. ഞാൻ ഒരു 1/2 ലിറ്റർ പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ആ പാൽ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നെയ്യിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ പാലും എടുത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ചെറിയതായിട്ട് തിള വരുമ്പോഴാണ് നമുക്ക് പഞ്ചസാര ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം പഞ്ചസാര ചേർത്ത് കാരമലൈസ് ചെയ്തതാണ്. ഇത് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ, നിങ്ങളുടെ മധുരം കൂടുതലാണ് ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കണം. ഞാനിപ്പം ഒരു മീഡിയം രീതിയിലുള്ള പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർക്കണം കേട്ടോ. 3 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല, ഞാൻ 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ആ റവയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കണം. ഇത് നല്ലപോലെ തിളപ്പിച്ച് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ചെറിയ തീയിലിട്ട്, ചെറിയതല്ല മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് കുറുക്കിയിടുന്നത്. ഈ പരുവമാണ് കറക്റ്റ് കേട്ടോ. ഇതേപോലെ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ, ഇത് തീ കത്തിക്കണ്ട, ഞാൻ വെറുതെ വെച്ചിരിക്കുന്നതാണ് ഗ്യാസ് അടുപ്പിൽ. ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് ഒരു തുള്ളി വാനില എസൻസ് കൂടി ചേർക്കണം. വാനില എസൻസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഏലക്ക പൊട്ടിച്ചത് ചേർത്താലും മതി കേട്ടോ. ഈ മുട്ടയുടെയൊക്കെ ഫ്ലേവറില്ലേ അത് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എസൻസ് ചേർക്കുന്നത്. പിന്നെ പുഡിങ്ങിന് നല്ല മണം കിട്ടും, ടേസ്റ്റും മണവും കിട്ടും. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പുഡിങ്ങിൻ്റെ കൂട്ടില്ല അതിലോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മുട്ട ഇതിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് മറ്റേ പുഡിങ് ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. നല്ലതുപോലെ ഇളക്കിയെടുക്കണം. എല്ലായിടത്തും നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇപ്പോൾ എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഇതിൽ ചേർക്കണം, എങ്കിലേ കറക്റ്റ് ടെക്സ്ചർ കിട്ടത്തുള്ളൂ. അത് മറന്നു പോകരുത്. ഇനി നമുക്കിത് നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന പാത്രത്തിലൂടെ ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ സൈഡിൽ നെയ്യ് പുരട്ടിയിട്ടുണ്ട് ഈ പാത്രത്തിൻ്റെ. എന്നിട്ട് വേണം ഈ കൂട്ടെടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇളക്കി കിട്ടാനായിട്ട് കുറച്ച് പാടായിരിക്കും. ഇനി നമുക്കൊരു ഇഡ്ഡലി പാത്രം വെച്ചിട്ട് അതിലേക്ക് തട്ട് വെച്ച് അതിലേക്ക് നമ്മൾ ഈ പുഡിങ്ങിൻ്റെ പാത്രം വെച്ച് കൊടുക്കുക. മൂടി വയ്ക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഈ ആവി വരുമ്പോഴുണ്ടോ അതിൽ നിന്നുള്ള വെള്ളം ഇതിലോട്ട് വീഴാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മൂടി തന്നെ വെച്ച് വേവിച്ചെടുക്കണം. ഒരു 20 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. 20-30 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ട. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് നമ്മളിത് വെന്തിട്ടുണ്ടോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ ടൂത്ത് പിക്ക് എടുത്തു. അതൊന്ന് ഇതിലോട്ട് നമ്മൾ കുത്തി നോക്കുമ്പോൾ അതിൽ പറ്റി പിടിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ വെന്തെന്നാണ് അർത്ഥം. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാൻ പാടുള്ളൂ. ചൂടോടുകൂടി മാറ്റരുത്, എങ്കിൽ പുഡിങ് കറക്റ്റ് ഷേപ്പിൽ കിട്ടത്തില്ല. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഇതേപോലെ കമഴ്ത്തി വയ്ക്കുക കേട്ടോ. അപ്പോൾ പുഡിങ് നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ കിട്ടും. അപ്പോൾ സൈഡ് നെയ്യ് തടവിൽ മാത്രമേ ഇതേപോലെ വിട്ട് വരത്തുള്ളേ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. വളരെ നമുക്ക് വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകും, അത്രയ്ക്ക് സോഫ്റ്റാണ് ഈ പുഡിങ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.